എല്ലാവർക്കുമുള്ള ഒരു കൗതുകമാണ് ടൈം ട്രാവൽ സാധ്യമാണോ എന്നത്. അതെങ്ങനെ ചെയ്യാമെന്നും അത് ആഗ്രഹമുള്ളവരായും നമ്മളിൽ ഒരുപാട് പേരുണ്ട്. ചരിത്രത്തിൽ നടക്കില്ല എന്ന് കരുതിയ പലതും ഇന്ന് നമ്മുടെ ടെക്നോളജിയിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഇന്ന് തിയറിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ടൈം ട്രാവൽ ഭാവിയിൽ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പല തിയറീസിലൂടെയും ഇന്ന് നമുക്ക് ടൈം ട്രാവൽ സാധ്യമാണ്. ടൈം ട്രാവൽ യാഥാർത്ഥ്യമാകുന്ന ചില രീതികളെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരിചയപ്പെടാം. പല തിയറീസിലൂടെയും ഇന്ന് നമുക്ക് ടൈം ട്രാവൽ സാധ്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ നമുക്കില്ല എന്നത് മാത്രമാണ് പോരായ്മ. അതിലാദ്യത്തേത് പ്രകാശത്തെക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം കണ്ടെത്തുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൽ നമ്മൾ സഞ്ചരിച്ച ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ടൈം ഡയലേഷൻ എന്നത് സംഭവിക്കുന്നു. വേഗത്തിൽ പോകുന്ന വസ്തുക്കൾക്കുള്ളിലിരിക്കുന്ന നമുക്ക് ചലിക്കാതെ ഇരിക്കുന്ന വസ്തുക്കളെക്കാൾ സമയം വളരെ കുറവായി തോന്നും. അങ്ങനെയാകുമ്പോൾ പ്രകാശ വേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ അതിലെ ഒരു സെക്കൻഡ് പോലും ഭൂമിയിലെ മാസങ്ങൾക്ക് തുല്യമായി മാറും. അങ്ങനെ മിനിറ്റുകളോ മണിക്കൂറുകളോ നമ്മൾ യാത്ര ചെയ്താൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഭൂമിയിൽ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ഇതേ രീതി തന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആകാശത്ത് കാണുന്ന പല നക്ഷത്രങ്ങളും പ്രകാശ വർഷങ്ങൾ അകലെയുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു നക്ഷത്രം 100 പ്രകാശ വർഷം അകലെയുള്ളതാണെന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ പ്രകാശത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും നമുക്ക് 100 വർഷം വേണം ആ നക്ഷത്രത്തിന് സമീപത്തെത്താൻ. അതായത് നമ്മൾ ഇപ്പോൾ ആ നക്ഷത്രത്തെ നോക്കുമ്പോൾ കാണുന്നത് അതിന്റെ 100 വർഷം മുമ്പുള്ള കാര്യങ്ങളെയാണ്. ചിലപ്പോൾ ആ നക്ഷത്രം ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെയാകുമ്പോൾ പ്രകാശത്തെക്കാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു നമ്മൾ കണ്ടെത്തി ആ നക്ഷത്രത്തിലേക്ക് നമ്മൾ യാത്ര തിരിച്ചാൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നേരിട്ട് കാണാനും ഭൂമിയിൽ അറിയിക്കുവാനും നമുക്ക് കഴിയുന്നു. അത് ഒരു തരത്തിൽ ടൈം ട്രാവലായി നമുക്ക് കണക്ക് കൂട്ടാം. ഇനി മറ്റൊരു രീതിയാണ് വേം ഹോളുകൾ വഴിയുള്ള സഞ്ചാരം. ഒരു പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതിലുകളായാണ് വേം ഹോളുകളെ കാണുന്നത്. ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ഇതിനെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഗുരുത്വാകർഷണം വളരെ കൂടിയ മേഖലകളിലെത്തുമ്പോൾ നമ്മുടെ സമയത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഗുരുത്വാകർഷണം കൂടിയതാണ് ബ്ലാക്ക് ഹോളുകൾ. അങ്ങനെ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതിലുകളായ ഇതിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അവിടുത്തെ ഒരു സെക്കൻഡ് പോലും ഭൂമിയിലെ 100 വർഷമോ 1000 വർഷമോ ആകാം. ഒരുപക്ഷെ 2024 പോകുന്ന നമ്മൾ തിരിച്ചെത്തുന്നത് ചിലപ്പോൾ 3024 ഇത്തരത്തിൽ ടൈം ട്രാവൽ എന്നത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇതെല്ലാം ഭാവിയിലേക്കാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്. പിന്നിലെ വർഷങ്ങളിലേക്ക് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യാമെന്ന ചോദ്യം നമുക്ക് മനസ്സിലും ഉണ്ടാകുന്നു. ഒരുപക്ഷെ പിന്നിലെ വർഷങ്ങളിലേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്താൽ നമ്മുടെ 2 ഫ്രെയിംസ് തീർച്ചയായും അവിടെ ഉണ്ടാകും. ഉദാഹരണത്തിന് 2010 നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് അന്ന് എത്ര വയസ്സാണോ എന്താണോ ചെയ്യുന്നത് ആ അവസ്ഥയിൽ നമ്മൾ അവിടെ കാണാം. അതുകൂടാതെ ടൈം ട്രാവൽ ചെയ്തു ചെല്ലുന്ന നമ്മളും അവിടെ ഒരേ സമയം കാണാം. ഇതെല്ലാം തിയറികളാണ്. യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ തീർച്ചയായും ഭാവിയിൽ സാധ്യമായ കാര്യങ്ങൾ തന്നെയാണിത്. ഇത്തരത്തിൽ ഇനിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സാധ്യതകൾ നമുക്ക് മുന്നിലേക്ക് നമ്മുടെ പ്രപഞ്ചം തുറന്നു തരുന്നുണ്ട്. അത്തരം വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.